നമസ്കാരം. കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. റബ്ബർ കർഷകരിൽ നിന്ന് ധനസഹായത്തിനായി അപേക്ഷ ക്ഷണിച്ച് റബ്ബർ ബോർഡ്. ഹെക്ടറിന് 40,000 രൂപ സബ്സിഡി. ആട് വളർത്തലിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. ഇന്ന് നേരിയതോ മിതമോ ആയ മഴയ്ക്ക് മാത്രം സാധ്യത. 14-ാം തീയതി വരെ ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പുകളില്ല. പരമ്പരാഗത റബ്ബർ കൃഷി മേഖലകളിൽ 2025 വീണ്ടും നട്ടുപിടിപ്പിച്ചതോ പുതുതായി നട്ടുപിടിപ്പിച്ചതോ ആയ റബ്ബർ കർഷകരിൽ നിന്ന് ധനസഹായത്തിനായി റബ്ബർ ബോർഡ് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റബ്ബർ ബോർഡ് വെബ്സൈറ്റ് വഴി ആക്സസ് ചെയ്യാൻ കഴിയുന്ന സർവീസ് പ്ലസ് വെബ് പോർട്ടൽ വഴി കർഷകർക്ക് ഒക്ടോബർ 31 വരെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. റബ്ബർ നട്ടുപിടിപ്പിച്ച സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, നട്ടുപിടിച്ച സ്ഥലത്തിന്റെ ഏകദേശ രേഖാചിത്രം, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, അംഗീകൃത നഴ്സറികളിൽ നിന്ന് വാങ്ങിയ നടീൽ വസ്തുക്കളുടെ തെളിവ് തുടങ്ങിയവ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് 40,000 രൂപയാണ് സബ്സിഡി. റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in ൽ നിന്ന് വിശദാംശങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർക്ക് അടുത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ, റബ്ബർ ബോർഡ് കോൾ സെന്ററുകൾ എന്നിവയുമായി ബന്ധപ്പെടാവുന്നതാണ്. പാലക്കാട് മലമ്പുഴ ഗവൺമെന്റ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ആട് വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 13-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 0492815454 എന്ന ഫോൺ നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലന സമയത്ത് ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. അടുത്ത 5 ദിവസത്തേക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയില്ല. ഇന്ന് നേരിയതോ മിതമോ ആയ മഴയ്ക്ക് മാത്രം സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ 14-ാം തീയതി വരെ നിലവിൽ സംസ്ഥാനത്ത് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പുകളില്ല. അതേസമയം ഓഗസ്റ്റ് 14-ാം തീയതി വരെ മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ കിഴക്കൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, വടക്കൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ, ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.